നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഗോവിന്ദചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു. ജയിൽ ചാടിയ സംഭവത്തിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ വിയൂരിലെത്തിച്ചത് ഇന്ന് ഉച്ചയോടെ. ജയിൽ ചാട്ടം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വടക്കാഞ്ചേരിയിൽ വീണ്ടും വാഴക്കൊമ്പൻ. രാവിലെ ഇറങ്ങിയ കാട്ടാന അകമലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്തെ വാഴക്കൊമ്പൻ ഇറങ്ങുന്നത് തുടർച്ചയായ 11ാം ദിവസം. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് വിഭജനത്തിലെയും വോട്ടർ പട്ടികയിലെയും പാളിച്ചകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ്. വോട്ടർ പട്ടികയിലും വാർഡ് വിഭജനത്തിലും മാറ്റം വരുത്താതെ നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടത്താനാകില്ല. കൂടുതൽ വോട്ടർമാരുള്ള വാർഡിൽ 1500-ലേറെ വോട്ടർമാർ. കുറവ് വോട്ടർമാരുള്ള ഏതാനും വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം 700-ൽ താഴെ മാത്രമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. മണ്ണൂരിലും വോട്ടർ പട്ടികയിൽ പാളിച്ച ആരോപിച്ച് മുസ്ലിം ലീഗ്. പട്ടാമ്പി IPT റോഡ് നവീകരണം കുളപ്പള്ളി വരെ നീട്ടും. IPT മുതൽ കുളപ്പള്ളി വരെ 1.5 കിലോമീറ്ററേറെ ദൂരം നവീകരിക്കാൻ തീരുമാനമായത് ഷൊർണൂർ MLA നടത്തിയ ഇടപെടൽ. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച ഷൊർണൂർ പരുത്തിപ്പുറ വാടനാകുറിശി റോഡ് വീണ്ടും തകർച്ചയിൽ. പാതയിലെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ. റോഡ് നവീകരിച്ചത് 2.5 കോടി രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. ഗോവിന്ദചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ എത്തിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30-യോടെയാണ് ഗോവിന്ദചാമിയെ വിയൂരിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയത്. മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. നീണ്ടനാൾ ഗോവിന്ദചാമി ജയിൽ ചാടാനായി പദ്ധതിയിട്ടിരുന്നു. ജയിൽ ചാടിയാൽ ആളെ തിരിച്ചറിയാതിരിക്കാനായി അലർജിയുണ്ടെന്ന് പറഞ്ഞ് താടി വടിക്കാതെ രൂപം മാറ്റി. ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഭക്ഷണം ക്രമീകരിച്ചു. ജയിലിന്റെ കമ്പി മുറിക്കുവാനായി ചെറിയ ആയുധം ശേഖരിച്ചു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരുടെ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ജയിൽ ചാടുന്നതിനായി വടമാക്കി ഉപയോഗിച്ചു. ജയിലിന് മുകളിലെ ഫെൻസിങ്ങിൽ മാസങ്ങളായി വൈദ്യുതി പ്രവഹിക്കാത്തതും ഗോവിന്ദചാമിക്ക് തുണയായി. പക്ഷേ ജയിൽ ചാടി മണിക്കൂറുകൾക്കകം കണ്ണൂർ നഗരത്തിലെ കെട്ടിടത്തിനകത്തെ കിണറിൽ നിന്ന് ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഗോവിന്ദചാമിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ നിലവിൽ 125 കൊടും കുറ്റവാളികളാണ് ഉള്ളത്. അവിടേക്കാണ് ഗോവിന്ദചാമി കൂടി എത്തുന്നത്. സെൻട്രൽ ജയിലുകളെ അപേക്ഷിച്ച് വലിയ സുരക്ഷാ സംവിധാനമാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. 4.2 മീറ്റർ ഉയരത്തിലുള്ള സെല്ലുകളിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും കുറ്റവാളികളെ പുറത്തിറക്കാതെ സെല്ലുകളിലേക്ക് എത്തിച്ചു നൽകും. ജയിലിന് പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലുള്ള മതിലും അതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുത വേലിയുമുണ്ട്. കൂടാതെ 4 വാച്ച് ടവറുകളും 24 മണിക്കൂറും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കമുള്ള ജയിൽ കൂടിയാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിക്ക് ജയിൽ ചാടുക എന്നത് അസാധ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വടക്കാഞ്ചേരി അകമല കൂഴിയോട് പ്രദേശത്തെ വാഴക്കൊമ്പൻ്റെ ശല്യം രൂക്ഷമാകുന്നു. തുടർച്ചയായ 11ാം ദിവസവും കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കൃഷി സംരക്ഷിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണിവിടെ. ഇന്ന് രാവിലെയും പ്രദേശത്തെ കൃഷിയിടത്തിൽ വാഴക്കൊമ്പനെത്തി. ആനയെ കണ്ട തൊഴിലാളികൾ ഭയന്നോടി. തൊഴിലാളികൾ മൊബൈലിൽ പകർത്തിയ ആനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരമറിഞ്ഞ് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം പതിവായ ഈ മേഖലയിൽ RRT സംഘത്തെ രൂപവൽക്കരിക്കാൻ DFO 2 വർഷം മുമ്പ് ഉത്തരവിറക്കിയിരുന്നു. അകമല കേന്ദ്രീകരിച്ച് രൂപം നൽകിയ RRTക്ക് ആവശ്യമായ വനപാലകരെ ഡിവിഷനിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് റൊട്ടേഷൻ വ്യവസ്ഥയിൽ നിയോഗിച്ചുകൊണ്ടായിരുന്നു ഉത്തരവ്. എന്നാൽ ഒന്നും നടപ്പായില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. വാഴക്കൊമ്പൻ്റെ ആക്രമണത്തിൽ നിന്ന് തങ്ങളുടെ കൃഷിയിടം സംരക്ഷിക്കാനും സമാധാനപരമായി ജീവിക്കാൻ അവസരമൊരുക്കാനും
അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നീള ആശുപത്രി മുതൽ IPT വരെയുള്ള പാത നവീകരണം കുളപ്പുള്ളിയിലേക്ക് കൂടി നീട്ടാൻ തീരുമാനം. 1.6 കിലോമീറ്റർ ദൂരമാണ് നവീകരിക്കാൻ P. മമ്മിക്കുട്ടി MLA ഇടപെടലിനെ തുടർന്ന് തീരുമാനമായത്. പട്ടാമ്പി മുതൽ IPT വരെയുള്ള പാത നവീകരണത്തിന് വേഗത പോരെന്ന പരാതി ഉണ്ടെങ്കിലും കുളപ്പുള്ളി വരെ നീട്ടാനുള്ള തീരുമാനം ഏറെ ഗുണകരമാകും. പട്ടാമ്പി നീള ആശുപത്രി മുതൽ IPT വരെയുള്ള പാത നവീകരണത്തിന് പുറമെ കുളപ്പുള്ളിയിലേക്ക് കൂടി നീട്ടാനാണ് തീരുമാനമായിരിക്കുന്നത്. 1.6 കിലോമീറ്റർ ദൂരമാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുക. ഇതിൻ്റെ ഭാഗമായി പരിശോധനകൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. P. മമ്മിക്കുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് പാത നവീകരണം കുളപ്പുള്ളിയിലേക്ക് കൂടി നീട്ടാൻ തീരുമാനമായിരിക്കുന്നത്. 1.5 കിലോമീറ്റർ പാത തകർച്ചയിലാണ്. ഈ സാഹചര്യത്തിലാണ് MLA ഇടപെടൽ. നിലവിൽ നിർമ്മാണം നടക്കുന്ന പട്ടാമ്പി IPT വരെയുള്ള 14 കിലോമീറ്റർ ദൂരം പാത നവീകരണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കി വരുന്നത്. കുളപ്പുള്ളിയിലേക്കുള്ള നവീകരണവും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പട്ടാമ്പി IPT വരെയുള്ള പാത നവീകരണത്തിന് വേഗത പോരെന്ന പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും കുളപ്പുള്ളിയിലേക്ക് കൂടി നീട്ടാനുള്ള തീരുമാനം ഏറെ ഗുണകരമാകും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. പിരായിരി പഞ്ചായത്തിൻ്റെ പമ്പ് ഹൗസിൽ മോഷണശ്രമം. മോഷ്ടാക്കളിൽ 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. 2 പേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. മേപ്പറമ്പ് ഉണ്ണിരാംകുന്ന് വീട്ടിൽ 21 വയസ്സുള്ള സിക്കന്ദർ ബാഷ, ചാവക്കാട് വലിയകൊത്ത് വീട്ടിൽ ബഷീർ എന്നിവരാണ് പിടിയിലായത്. പൂടൂർ പുഴയിൽ പിരായിരി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പമ്പ് ഹൗസിലെ മോട്ടോർ മോഷ്ടിച്ച് കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മേപ്പറമ്പ് ഉണ്ണിരാംകുന്ന് വീട്ടിൽ 21 വയസ്സുള്ള സിക്കന്ദർ ബാഷ, ചാവക്കാട് വലിയകത്ത് വീട്ടിൽ 50-കാരൻ ബഷീർ എന്നിവരെ നാട്ടുകാർ പിടികൂടി കോട്ടായി പോലീസിൽ ഏൽപ്പിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച വൈകുന്നേരം മാത്തൂർ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ആനിക്കോട് പമ്പ് ഹൗസിൽ വെള്ളം തുറക്കുന്നതിനു വേണ്ടി പോയ പമ്പ് ഓപ്പറേറ്റർ സുജിത്താണ് മോട്ടോർ മോഷ്ടിച്ച് കാറിൽ കടത്താൻ ശ്രമിക്കുന്നത് കണ്ടത്. ഉടനെ കോട്ടായി പോലീസിൽ വിവരം അറിയിച്ചു. നാട്ടുകാരും പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ പാലക്കാട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാസങ്ങൾക്ക് മുൻപ് നവീകരിച്ച ഷൊർണൂർ പരുത്തിപ്പുറ വാടനാംകുറിശി പാതയിൽ വീണ്ടും തകർച്ച തുടങ്ങി. പാതയിലെ പല ഭാഗങ്ങളിലായി കുഴികൾ രൂപപ്പെട്ടു. 3 കിലോമീറ്ററോളം വരുന്ന പാത 2.5 കോടി രൂപ ചെലവഴിച്ചാണ് നേരത്തെ നവീകരിച്ചത്. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ പ്രധാന റോഡുകളിലൊന്നാണ് ഈ കാണുന്ന ഷൊർണൂർ പരുത്തിപ്പുറ വാടനാംകുറിശി പാത. ടൗണിൽ നിന്നും നെടുങ്ങോട്ടൂർ, മുണ്ടായ, വാടനാംകുറിശി ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള തിരക്കേറിയ പാത കൂടിയാണിത്. വർഷങ്ങൾക്ക് മുൻപ് വീതിയില്ലാതെയും തകർന്ന തരിപ്പണമായി കിടന്നിരുന്ന റോഡ് കൂടിയായിരുന്നു ഇത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാത കൂടുതൽ സഞ്ചാരയോഗ്യമല്ലായിരുന്നു. ഇതേ തുടർന്നാണ് പാത നവീകരിച്ചത്. 1 വർഷത്തോളമായി നവീകരണം നടപ്പാക്കിയിട്ട്. എന്നാൽ പാത വീണ്ടും തകർച്ചയിലായി. പോസ്റ്റ് ഓഫീസ് പരിസരത്തുൾപ്പെടെ പല ഭാഗങ്ങളിലും ഇതിനകം ചെറുതും വലുതുമായ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് ബൈക്ക് യാത്ര ദുരിതത്തിലായിട്ടുണ്ട്. സർക്കാരിൻ്റെ നഗരവികസന ഫണ്ടിൽ നിന്നും ഷൊർണൂർ നഗരസഭയ്ക്ക് ലഭിച്ച 2.5 കോടി രൂപ ചിലവഴിച്ചാണ് പാത നവീകരിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന വീതിയിൽ നിന്നും ഇരുവശങ്ങളിലും വീതി കൂട്ടി ഗുണനിലവാരത്തോടുകൂടി 3.5 കിലോമീറ്റർ ദൂരമാണ് നവീകരിച്ചത്. വർഷകാലമായതിനാൽ പാതയിൽ കൂടുതൽ കുഴികൾ രൂപപ്പെട്ട് തകർച്ച രൂക്ഷമാകാനാണ് സാധ്യത. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭയിൽ വാർഡ് വിഭജനത്തിൻ്റെയും വോട്ടർ പട്ടികയുടെയും അപാകതയ്ക്കെതിരെ മുസ്ലിം ലീഗ്. ആനുപാതികമായ രീതിയിൽ വീടുകളെ ഉൾപ്പെടുത്തി നിയമാനുസൃതം വാർഡ് വിഭജനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 2024 ഒക്ടോബർ 1 അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരം നഗരസഭയിലെ വാസഗൃഹങ്ങൾ 22,245 എന്നാൽ ഡീലിമിറ്റേഷൻ പ്രകാരം 15,767 വാസഗൃഹങ്ങളാണ് ഉള്ളത്. ഇതിൽ നിന്നും 6,478 വാസഗൃഹങ്ങളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്രകാരം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ വാസഗൃഹങ്ങൾ 11,197 മേൽപ്പറഞ്ഞ ഡീലിമിറ്റേഷൻ പ്രകാരം ഇതിൽ 4,570 ഗൃഹങ്ങളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടുള്ള 3 വാർഡുകൾ 11, 24, 36 വാർഡുകളും കുറഞ്ഞ വോട്ടുള്ള വാർഡുകൾ 5, 20, 21 വാർഡുകളുമാണ്. വാർഡ് വിഭജനത്തിൽ വലിയ രീതിയിലുള്ള പിശകാണ് സംഭവിച്ചിട്ടുള്ളത്. മാർഗരേഖ ലംഘിച്ചുകൊണ്ട് തയ്യാറാക്കിയ വാർഡ് വിഭജനവും ക്രമവിരുദ്ധമായ വോട്ടർ പട്ടികയും
റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വ്യക്തമാക്കി. നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്ന വാർഡ് എന്ന് പറയുന്നത് ഒറ്റപ്പാലം നഗരസഭയിലെ പുതിയ 11ാം വാർഡ് പൂളക്കുണ്ടാണ്. ഇവിടെ വോട്ടുകൾ വരുന്നത് 1533 വോട്ടാണ് ഈ വാർഡിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ കൂടാനും അല്പം കുറയാനും ഒക്കെ സാധ്യതകളുണ്ട്. ഏറ്റവും കുറവ് വന്ന വാർഡ് എന്ന് പറയുന്നത് പുതുതായി രൂപീകരിച്ച മൂടുകുറിശി. അവിടെ കേവലം 608 വോട്ടുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 608 വോട്ടുള്ള വാർഡ് എന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ വോട്ടുള്ള വാർഡിന്റെ 1/3. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് തയ്യാറാക്കിയ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയും റദ്ദാക്കി പുതിയ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയും തയ്യാറാക്കണമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യമായി അഭ്യർത്ഥിക്കും. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ, PP മുഹമ്മദ് കാസിം, M ഉമ്മർ ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ലീഗ് നേതാക്കൾ പരാതി ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങൾ ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയയെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാകില്ല. ആവശ്യമായ തിരുത്തലുകൾ ഉടൻ അനിവാര്യമാണ്. പല വാർഡുകളിലും തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് കൂട്ടത്തോടെ വോട്ടുകൾ മാറ്റിയിട്ടുണ്ട്. ഇത് നിയമപരമായും രാഷ്ട്രീയപരമായും മുസ്ലിം ലീഗ് നേരിടും. ഉടൻ തിരുത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് നിയമപരമായി മുന്നോട്ടു പോകും. ജനാധിപത്യമായ രീതിയിൽ, യഥാർത്ഥമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വോട്ടർ പട്ടികയായിരിക്കണം പ്രസിദ്ധീകരിക്കേണ്ടത്. അല്ലാതെ ചില രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കുന്ന രീതിയിലുള്ള ഈ നടപടിക്കെതിരെ ശക്തമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ആവശ്യമെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെ നേരിടുക തന്നെ ചെയ്യുമെന്നാണ് മണ്ണൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലീഗ് ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അൻവർ സാദിഖ് VM, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KM അബ്ദുൽ ഹക്കീം, KP മുനീർ, സാദിഖ് അലി, സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് വീട് തകർന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. എരുമപ്പെട്ടി കോട്ടപ്പുറം കണ്ണമ്പാറ മേലേതിൽ 64 വയസ്സുള്ള പരമേശ്വരൻ്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. പുലർച്ചെ 4 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം. പഞ്ചായത്തിൻ്റെ അതിദാരിദ്ര്യ പട്ടികയിലുള്ള വ്യക്തിയാണ് പരമേശ്വരൻ. വീട്ടിൽ തനിച്ചാണ് താമസം. വീട്ടിലുണ്ടായിരുന്ന പരമേശ്വരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, വാർഡ് മെമ്പർ റെജി ജോസഫ് എന്നിവരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കനത്ത മഴയിലും കാറ്റിലും കോട്ടായിൽ അയൽവാസിയുടെ വീട്ടുവളപ്പിലെ വൻ മരത്തിൻ്റെ കൊമ്പ് പൊട്ടി വീണ് വീട് തകർന്നു. കോട്ടായി ചേന്തങ്ങാട് താഴ്ത്തേതിൽ വീട്ടിൽ അയ്യപ്പൻ്റെ വീടിന് മുകളിലേക്കാണ് മരക്കൊമ്പ് പൊട്ടി വീണത്. കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് വനിതാ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസിന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. CPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കഴിഞ്ഞ ദിവസം സമാപിച്ച CPI ജില്ലാ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്ത പുതിയ ജില്ലാ സെക്രട്ടറി വിവിധ മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിൽ എത്തി പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഒറ്റപ്പാലത്തും എത്തിയത്. ശനിയാഴ്ച രാവിലെ 10:00 ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ PV കുഞ്ഞുണ്ണി നായർ സ്മാരകത്തിലായിരുന്നു സ്വീകരണം. തീർച്ചയായും ഒറ്റപ്പാലത്ത് മൺമറഞ്ഞുപോയ സഖാക്കളെ ഓർത്തുകൊണ്ടാണ് ഇന്ന് ആദ്യത്തെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇത് തന്നെ വലിയൊരു ആർജവമാണ്. എല്ലാ മണ്ഡലത്തിലും ആ മണ്ഡലത്തിലെ പാർട്ടിയെ കെട്ടിപ്പടുത്താൻ മുന്നോട്ട് വന്നിട്ടുള്ള മൺമറഞ്ഞുപോയ മുഴുവൻ സഖാക്കളെയും ഓർത്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു പ്രവർത്തനം ഞാൻ ജില്ലയിൽ ആരംഭിക്കുന്നത്. തീർച്ചയായും ഈ ഒറ്റപ്പാലത്ത് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം ഈ പാർട്ടി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ ബ്രാഞ്ച് യോഗങ്ങളാണെങ്കിലും MC സമ്മേളനങ്ങളൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് നടത്തി പൂർത്തീകരിച്ചത്. ഏറ്റവും അവസാനമായി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വനിതാ സംഗമം, അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു മാറ്റം ഈ ഒറ്റപ്പാലത്ത് ആ സംഘടനയിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. മണ്ഡലം സെക്രട്ടറി P വിജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം A പ്രഭാവതി,
മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ PM ദേവദാസ്, MS പൗലോസ്, K പാറുകുട്ടി, NR പത്മിനി, T ജയപ്രകാശ്, OP ലത്തീഫ്, LC സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറിമാരായ സയ്യിദ് മുഹമ്മദ്, ഗീതാ ദിനേശൻ, ഉണ്ണികൃഷ്ണൻ, നാരായണൻ, ജ്യോതി ബസു, കണ്ണൻ മാണിയംകുളം, നാരായണൻ, ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. സ്വീകരണത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ടുള്ള മണ്ഡലം കമ്മിറ്റി യോഗവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കരയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന KKN ധനിൻ്റെ 9ാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ആചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തകർ മങ്കരയിൽ വൃക്ഷത്തൈകൾ നട്ടു. സ്വാമി കിഷോർ ശാന്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം നിഴലിച്ചിരുന്നു. അത് പരിഹാരമായിട്ട് ബാലന്റെ 2 മക്കളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് ധൻജിയുടെ സ്മരണാഞ്ജലിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മങ്കര പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് വെള്ള റോഡിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തൈ നട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക്. ജനകീയനും ജനസമ്മതനുമായിട്ടുള്ള സർവകക്ഷികൾക്കും ആരാധ്യപുരുഷനുമായിട്ടുള്ള മങ്കരയുടെ ഗാന്ധിയനായിട്ടുള്ള ധൻജിയുടെ അധ്യക്ഷതയിലാണ് മങ്കര പഞ്ചായത്തിൻ്റെ വികസനം തന്നെ സാധ്യമായിട്ടുള്ളത്. അത് അഭിമാനപൂർവ്വം ഞങ്ങൾ ഇന്നും ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. പഞ്ചായത്ത് അംഗം MV രമേശ് അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും KK ധനിന്റെ ഭാര്യയുമായ രാജലക്ഷ്മി ധൻ, കുടുംബാംഗങ്ങളായ ലിജ, സജിനി, പരിസ്ഥിതി പ്രവർത്തകരായ AV രവി, KK റഹ്മാൻ, ശംസുദ്ദീൻ മാങ്കുറിശി, ലീല ബാലകൃഷ്ണൻ, മങ്കര ബാലൻ, അരങ്ങാട്ടിൽ സുനിൽ, AB രതീഷ്, AB രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഇംഗ്ലീഷ് പണ്ഡിതൻ പ്രൊഫസർ M ബാലകൃഷ്ണ വാര്യർ ഇനി ഓർമ്മ. ഷൊർണൂർ ശ്രീനാരായണ ഗുരു കോളേജിലെ മുൻ പ്രിൻസിപ്പൽ M ബാലകൃഷ്ണ വാര്യർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കവളപ്പാറയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1963 മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച ബാലകൃഷ്ണ വാര്യർ 1991 കോഴിക്കോട് ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജിൽ നിന്നാണ് വിരമിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും എക്സാമിനേഷൻ ബോർഡിൻ്റെ ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലിറ്റററി ക്രിറ്റിസിസം, എ ഹാൻഡ് ബുക്ക്, എ മാനുവൽ ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു എന്നീ ഗ്രന്ഥങ്ങളും മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഹക്കിൾബറി ഫിന്നിൻ്റെ മലയാള പരിഭാഷയും രചിച്ചിട്ടുണ്ട്. പ്രമുഖ ഷേക്സ്പിയരിയൻ നാടകങ്ങൾക്കുള്ള വ്യാഖ്യാനങ്ങൾ, മാക്മില്ലൻ പ്രസിദ്ധീകരിച്ച കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാമർ പുസ്തകങ്ങൾ എന്നിവയും അദ്ദേഹം രചിച്ചു. ഷൊർണൂർ ശ്രീനാരായണ ഗുരു കോളേജ് മുൻ പ്രിൻസിപ്പാൾ കൂടിയാണ്. ഭാര്യ ബാലാമണി ദേവി, മക്കൾ ജയ മോഹൻദാസ്, പ്രകാശ്, രഘു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവിന്ദചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു. ജയിൽ ചാടിയ സംഭവത്തിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ വിയൂരിലെത്തിച്ചത് ഇന്ന് ഉച്ചയോടെ. ജയിൽ ചാട്ടം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വടക്കാഞ്ചേരിയിൽ വീണ്ടും വാഴക്കൊമ്പൻ. രാവിലെ ഇറങ്ങിയ കാട്ടാന അകമലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്തെ വാഴക്കൊമ്പൻ ഇറങ്ങുന്നത് തുടർച്ചയായ 11ാം ദിവസം. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് വിഭജനത്തിലെയും വോട്ടർ പട്ടികയിലെയും പാളിച്ചകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ്. വോട്ടർ പട്ടികയിലും വാർഡ് വിഭജനത്തിലും മാറ്റം വരുത്താതെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താനാകില്ല. കൂടുതൽ വോട്ടർമാരുള്ള വാർഡിൽ 1500-ലേറെ വോട്ടർമാർ. കുറവ് വോട്ടർമാരുള്ള ഏതാനും വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം 700-ൽ താഴെ മാത്രമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. മണ്ണൂരിലും വോട്ടർ പട്ടികയിൽ പാളിച്ച ആരോപിച്ച് മുസ്ലിം ലീഗ്. പട്ടാമ്പി IPT റോഡ് നവീകരണം കുളപ്പുള്ളി വരെ നീട്ടും. IPT മുതൽ കുളപ്പുള്ളി വരെ 1.5 കിലോമീറ്ററേറെ ദൂരം നവീകരിക്കാൻ തീരുമാനമായത് ഷൊർണൂർ MLA നടത്തിയ ഇടപെടൽ. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച ഷൊർണൂർ പരുത്തിപ്പുറ വാടനാകുറിശി റോഡ് വീണ്ടും തകർച്ചയിൽ. പാതയിലെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ. റോഡ് നവീകരിച്ചത് 2.5 കോടി രൂപ ചിലവിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.